113 ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ പങ്കെടുക്കാൻ അവസരം തന്നതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഒരു വടക്കനാണ്, മലബാറുകാരനാണ്. എനിക്ക് ഈ പ്രദേശവുമായിട്ടുള്ള ബന്ധം എൻ്റെ ജീവിത പങ്കാളി ഇവിടെയുള്ള ആളാണ്, മാവേലിക്കരയുള്ള ആണ് എന്നതാണ്. അതിലുപരി ഞാൻ ഈ ചടങ്ങിലെത്താനുള്ള കാരണം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു മാധ്യമപ്രവർത്തകൻ ഒരു സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള വർഷാവർഷം നടക്കുന്ന ഈ പരിഷത്ത് വളരെ ഗൗരവത്തോടെ ഇതിൽ ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ വരും വർഷങ്ങളിൽ നടത്താൻ തയ്യാറാകണം എന്ന ഒരു എളിയ അഭ്യർത്ഥന ഞാൻ ഇതിൻ്റെ സംഘാടകരുടെ മുന്നിൽ വെക്കുകയാണ്. ഇത് പ്രത്യേക ഒരു കാരണമുണ്ട്. ഇപ്പം നമ്മളിവിടെ കേട്ട പ്രസംഗങ്ങളെല്ലാം, പ്രഭാഷണങ്ങളെല്ലാം മാധ്യമങ്ങൾ എങ്ങനെ ഹൈന്ദവ സംസ്കൃതിയെ അവഗണിക്കുന്നു എന്നതാണ്. ഈ അവഗണന കൊണ്ട് തന്നെ ഈ ഹിന്ദുമത പരിഷത്തിനെ കുറിച്ചൊക്കെ മലബാറിലൊക്കെയുള്ള അറിവ് പൊതുവെ ഹൈന്ദവ സമൂഹങ്ങൾക്കിടയിൽ കുറവാണ്. ഇവിടെ കുംഭമേളയുടെ കാര്യം പരാമർശിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംഗമിക്കുന്ന വിശ്വാസ സംബന്ധിയായ ഒരു മഹാസംഭവം, അതിനെയാണ് മാധ്യമങ്ങൾ അവഗണിച്ചിരിക്കുന്നത്. ഇതിന്റെ മറുവശം ചിന്തിച്ചാൽ കേരളത്തിന് പുറത്ത് അങ്ങനെയല്ല. അതും പോകട്ടെ, ഭാരതത്തിന് പുറത്ത് അങ്ങനെയല്ല. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എടുത്താൽ ഇപ്പോൾ നമ്മൾ കണ്ടു, ആപ്പിൾ ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ഇവിടെ വന്ന് കുംഭമേളയിൽ പങ്കെടുത്തു. നമുക്കറിയാം, ഈ പ്രയാഗരാജിലുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ മനുഷ്യന് ജീവിച്ചു പോകാൻ മാത്രം പരിമിതമായ സൗകര്യങ്ങളാണ്. ഏതാണ്ട് ഇതുപോലെ ഒക്കെയുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. പക്ഷേ ആ പരിമിതി ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദേശ രാജ്യത്ത് നിന്നുൾപ്പെടെ പല രാജ്യങ്ങളുടെയും തന്ത്രപ്രധാനമായ ഭരണപരമായ പദവികളിൽ ഇരിക്കുന്നവരും വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ സംഗമിച്ച ഒരു മഹാസംഗമത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ അവഗണിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സാധിച്ചതുപോലെ മറ്റാർക്കും സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോ ഇതേ സാഹചര്യമാണ് ഈ ഹിന്ദുമത കൂട്ടായ്മയ്ക്കും ഉള്ളത്. അതുകൊണ്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിന്, കേരളത്തിൽ നമ്മൾ എല്ലാ കാര്യത്തിലും പറയും നമ്മൾ ലിറ്ററേറ്റ് ആണ്, പക്ഷെ നമ്മൾ സ്കിൽഡ് അല്ല, നമുക്ക് നൈപുണ്യമില്ല, തൊഴിലില്ല, തൊഴിലവസരങ്ങളില്ല, നമ്മുടെ ബിരുദധാരികൾക്ക് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ മത്സരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ മാധ്യമ സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ മാധ്യമ സ്ഥാപനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. അത് നമ്മൾ പത്രങ്ങളായാലും ടെലിവിഷൻ ചാനലുകളായാലും ഡിജിറ്റൽ മാധ്യമ സ്ഥാപനങ്ങളായാലും നമ്മുടെ റേഡിയോ സ്റ്റേഷനുകളായാലും ഒക്കെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ജനതയ്ക്ക് വേണ്ടത്ര മീഡിയ ലിറ്ററസി ഉണ്ടോ, മാധ്യമ സാക്ഷരതയുണ്ടോ എന്ന ഒരു സംശയമുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? നമ്മളിപ്പോ സാധാരണ പറയും സദാചാര പോലീസ് എന്ന് പറയും. ഈ സദാചാര പോലീസിംഗ് ഫലപ്രദമായി മാധ്യമങ്ങളുടെ നേരെ നടത്തുന്നുണ്ടോ? എന്തുകൊണ്ട് മലയാള മനോരമയെ ചോദ്യം ചെയ്യാൻ, മാതൃഭൂമിയെ ചോദ്യം ചെയ്യാൻ, ദേശാഭിമാനിയെ ചോദ്യം ചെയ്യാൻ, ജന്മഭൂമിയെ ചോദ്യം ചെയ്യാൻ, റിപ്പോർട്ടർ ചാനലിനെ ചോദ്യം ചെയ്യാൻ, ABC ചാനലിനെ ചോദ്യം ചെയ്യാൻ, മറുനാടൻ മലയാളിയെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ പ്രേക്ഷക സമൂഹം അല്ലെങ്കിൽ വായനാ സമൂഹം തയ്യാറാകുന്നില്ല? അവിടെയും ഇവിടെയും ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ല. മുമ്പൊക്കെ പറയാറ് പത്രാധിപർക്ക് കത്തയച്ചാൽ പത്രാധിപർ ഇത് കാണുന്നില്ല എന്നായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് മറുനാടൻ മലയാളിയുടെ താഴെ, ABC ചാനലിന്റെ താഴെ വടയാർ സുനിലിനെയോ അല്ലെങ്കിൽ ഷാജൻസ്കറിയെയോ വിമർശിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അതിനെ എത്രത്തോളം ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? നേരത്തെ പറഞ്ഞു, നമ്മുടെ BJP-യിൽ ഉണ്ടായിരുന്ന വാര്യര് കോൺഗ്രസിലെത്തിയപ്പോഴുള്ള സ്ഥിതി.
വാര്യർക്ക് സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടോ അത് കൊടുക്കാനുള്ള ശക്തിയൊക്കെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കും ഹൈന്ദവ സംഘടനകൾക്കും ഉണ്ട്. പക്ഷെ അത് ഫലപ്രദമായി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഓഡിറ്റിംഗ് എന്നതിൽ നിന്ന് അല്പം പിറകോട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഞാനിവിടെ പങ്കുവെക്കുകയാണ്. അപ്പോ അത് ചെയ്യണമെങ്കിൽ നമുക്ക് മീഡിയ ലിറ്ററസി എന്നുള്ള സാധനം വേണം. മാധ്യമങ്ങൾക്ക് വേണ്ടത് ഒരു മാധ്യമവും അതുപോലെ തന്നെ ഒപ്പീനിയൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുന്നത്. പത്രങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പറയും പത്രത്തിന്റെ അഭിപ്രായം പറയാനുള്ള ഏക സ്ഥലം അതിന്റെ എഡിറ്റോറിയൽ കോളമാണ്. ബാക്കിയെല്ലാം നിഷ്പക്ഷമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് ആ എഡിറ്റോറിയലൈസേഷൻ കടന്നു വന്ന് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന വാർത്തകളിലെ നിഷ്പക്ഷത എന്ന് പറയുന്നത് ഒട്ടുമില്ലാത്ത ഒരു കാലമായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല, അതാണ് മാതൃകാ പത്രപ്രവർത്തനം എന്ന് പുതിയ കാല മാധ്യമ പ്രവർത്തകർ തെറ്റിദ്ധരിക്കുന്ന കാലം കൂടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബയസ്ഡ് ആണ്, ഞാനൊരു പക്ഷത്താണ് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ഇന്ന് കേരളത്തിലെ 95% മാധ്യമ പ്രവർത്തകരും. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ തരം മാധ്യമ പ്രവർത്തകരെങ്കിലും അത് പങ്കുവെക്കുന്നുണ്ടാവുകയില്ല. കാരണം അവർ ഈ സോഷ്യൽ മീഡിയ കാലത്തിനൊക്കെ മുന്നേ വന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ മൂല്യങ്ങൾ എന്താണ് എന്ന ക്ലാസ് ലഭിച്ചവരാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക മാധ്യമ പഠന കേന്ദ്രമായ കേരള മീഡിയ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ധരിച്ചു വച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരു പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കണം എന്നാണ്. അപ്പൊ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന അപകടം ചെറുതല്ല. അതാണ് നേരത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ ചൂണ്ടിക്കാണിച്ച സംഖ്യവൽക്കരണം എന്ന് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപേ എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെ മാധ്യമ പ്രവർത്തനത്തിൽ വന്ന കാലം തൊട്ട് ഇതുവരെയുള്ള കാലത്തെ ഏകദേശം നിരീക്ഷിച്ചാൽ, സമയക്കുറവുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എങ്കിൽ കൂടി ഈ ഇരിക്കുന്നവരെങ്കിലും ലോകത്തിലെ എല്ലാ ഗൗരവമേറിയ പ്രത്യയശാസ്ത്രങ്ങളും ചിന്തകളും ഉണർന്നിട്ടുള്ളത് ചെറിയ സദസ്സുകളുടെ മുന്നിലാണ്. അതുകൊണ്ട് ചെറുതിന്റെ മുന്നിൽ പറയില്ല എന്നൊരു നിലപാട് നമ്മൾ എടുക്കരുത്. ആ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ആ കാര്യം നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ മാത്രം ഞാൻ പറയുകയാണ്. മാധ്യമങ്ങളുടെ കാര്യത്തിൽ 90കളിൽ സംഭവിച്ചത്, കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ ആഗോളവൽക്കരണം വന്ന സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾ പൂർണ്ണമായും വ്യവസായവൽക്കരിക്കപ്പെടുന്നത്. ആ വ്യവസായവൽക്കരണം വന്നതോടുകൂടെ മാധ്യമങ്ങളോട് നിങ്ങൾ ലാഭത്തിൽ പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം സമൂഹം തന്നെ നൽകി തുടങ്ങി. ആ വ്യവസായവൽക്കരണത്തെ ഇതിനൊപ്പം കേരളത്തിലെ മാധ്യമങ്ങളിൽ സംഭവിച്ച മറ്റൊരു കാര്യം പ്രൊഫഷണലിസം എന്നതുകൂടി കടന്നു വന്നു. അതിന് മുൻകൈയെടുത്തത് മലയാള മനോരമ പോലുള്ള സ്ഥാപനങ്ങളാണ്, മാതൃഭൂമി പോലുള്ള സ്ഥാപനങ്ങളാണ്. അന്നത്തെ കാലത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ അവരുടെ തന്നെ പണം ചെലവിട്ടുകൊണ്ട് വിദേശ സർവകലാശാലകളിൽ, നമ്മുടെ കാർഡിഫ് യൂണിവേഴ്സിറ്റി പോലെയുള്ള, തോംസൺ ഫൗണ്ടേഷൻ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പരിശീലനത്തിന് അയക്കുകയും അങ്ങനെ എങ്ങനെയായിരിക്കണം ഒരു പത്രം, എങ്ങനെയായിരിക്കണം ഒരു ചാനലിന്റെ കാര്യത്തിൽ കേരളത്തിൽ അത് ചെയ്തത് ഏഷ്യാനെറ്റാണ്, ശശികുമാറിന്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഈ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം പ്രൊഫഷണലിസം കൊണ്ടുവന്ന കൂട്ടത്തിൽ ചെയ്ത ഒരു കാര്യം, ഭാരത ദേശീയതയെ സൗകര്യപൂർവ്വം ഒരരികിലേക്ക് മാറ്റി നിർത്തുകയും സെമിറ്റിക് മതങ്ങളെ യഥാവിധി പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനവും ചട്ടക്കൂടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പകർന്നു തരികയും ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള അപകടങ്ങളോ മൂല്യച്യുതികളോ ദിശാമാറ്റങ്ങളോ അതിനേക്കാളത്തെ 10 ഇരട്ടി 100 ഇരട്ടി അപകടമായിരുന്നു 90കളിൽ കൊണ്ടുവന്ന ഗ്ലോബലൈസേഷന്റെ ഭാഗമായി വ്യവസായവൽക്കരണത്തിന്റെ മറ പിടിച്ച് കേരളത്തിലെ ചുരുക്കം പത്ര മുതലാളിമാർ ചെയ്ത ഈ വലിയ പാതകം. അതാണ് ന്യൂട്രാലിറ്റി ഇല്ലാത്ത മാധ്യമ പ്രവർത്തകരെ സൃഷ്ടിക്കുന്ന ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കേരളത്തിലെ ഇടതുപക്ഷം തയ്യാറായി എന്നുള്ളതാണ്. സമയം കുറവായതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതിന്റെ അവസാന ഘട്ടം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ അടുത്തയിടെ വിവിധ രാഷ്ട്രീയ മുഖങ്ങൾ പേറുന്ന സംവാദമാണ് മാതൃകാ രാഷ്ട്രീയ ചർച്ച എന്ന് അവതരിപ്പിക്കുന്ന ഒരു ടെലിവിഷൻ ചാനൽ കേരളത്തിൽ ഉദയം കൊണ്ടു. ആ ടെലിവിഷൻ ചാനലിനെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ സാമ്പത്തിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതാണ് മാതൃകാ ചാനൽ എന്ന് കേരളത്തെ കൊണ്ട് പറയിക്കാൻ ആ ചാനലിന് സാധിച്ചു. ആ ചാനൽ ഒടുവിൽ അത് എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ഇനി ഡിജിറ്റൽ കറൻസി മാത്രം എന്ന് ആ ചാനലിന്റെ തലവൻ കേരളത്തിന്റെ വർത്തമാനകാല ചരിത്രത്തിൽ
ഇത്രത്തോളം നാണം കെട്ട ഒരു മനുഷ്യനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ മനുഷ്യൻ വന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മളോട് പറഞ്ഞു, ദാ ഈ നിമിഷം തൊട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ കറൻസിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തായിരുന്നു വസ്തുത? ഒരു സ്വകാര്യ സർവകലാശാല അവരുടെ പ്രചരണ തന്ത്രത്തിന്റെ ഭാഗമായി പത്രത്തിൽ കൊടുത്ത ഒരു പരസ്യം, പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് പരസ്യമാണോ പത്രമാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു മാധ്യമ സ്ഥാപന തലവൻ അതിനെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന വളരെ ദുഃഖകരമായ സാഹചര്യമുണ്ടായി. മറ്റൊന്ന് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പോളവൽക്കരണത്തിന്റെ കൂടെ മലയാള മാധ്യമ പ്രവർത്തനത്തെ സെമിറ്റിക് മതങ്ങളുടെ വഴിയിൽ തിരിച്ചുവിട്ട മാധ്യമ സ്ഥാപനത്തിന്റെ തലവനായ MV ശ്രേയാംസ് കുമാർ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവാണ് എന്ന് നമുക്കറിയാം. തരാതരം എല്ലാ മുന്നണികളിലും മാറുന്നയാളാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ തവണ കൽപ്പറ്റയിൽ അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ തോൽപ്പിച്ചത് വർഗീയവാദികളാണ് എന്നാണ്. അവിടെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് T സിദ്ദീഖ് എന്നാണ്. ഇതൊക്കെ വളരെയധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഈ ഒടുക്കം കഴിഞ്ഞ ദിവസം CPIM-ന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രസംഗിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാതൃഭൂമിയിലുള്ള പത്രപ്രവർത്തകരിൽ നല്ല പങ്കും ഇടതുപക്ഷക്കാരാണ് എന്നതാണ്. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷത്താണ്, അത് ഇടതുപക്ഷത്ത് തന്നെയാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മാധ്യമ സ്ഥാപനത്തിന്റെ തലപ്പത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ കൂടിയായ MV ശ്രേയാംസ് കുമാറാണ്. എനിക്ക് തോന്നുന്നു ചിത്രം ഇവിടെ പൂർണ്ണമാകുന്നു എന്ന്. മാധ്യമപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ, നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ എപ്പോഴും പറയുക, നിങ്ങൾ വസ്തുതകളെ മുന്നോട്ട് വയ്ക്കുക. നിങ്ങളുടെ വായനക്കാരൻ, നിങ്ങളുടെ പ്രേക്ഷകൻ, നിങ്ങളുടെ ശ്രോതാവ് അവർ തീരുമാനിക്കട്ടെ എന്നാണ്. എനിക്കതുകൊണ്ട് ഈ ചെറിയ സഭയുടെ മുന്നിൽ വെക്കാനുള്ളത് ഈ വസ്തുതയാണ്, ശ്രേയാംസ് കുമാറിന്റെ ഈ വാചകം. അതോടൊപ്പം സനാതന ധർമ്മം അത് ഹൈന്ദവ സംഘപരിവാറിന്റെ ആശയമാണ് എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രിയുടെ വാചകമാണ്. അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചു, ഹിന്ദുക്കൾ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്, നായരായി നിൽക്കാം, വീഴവരായി നിൽക്കാം, മറ്റു തരത്തിൽ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി? CPIM എന്ന ഒരു ജാതി, CPI എന്ന മറ്റൊരു ജാതി, കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം എന്ന വേറൊരു ജാതി, പല ജാതികളായി പിരിഞ്ഞിട്ടുള്ള ജനതാദളിലെ ഒരു വിഭാഗം, അങ്ങനെ ജാതികളും ഉപജാതികളും ചേർന്നിട്ടുള്ള ഒരു വളരെ ലൂസ് ആയിട്ടുള്ള സംവിധാനം മാത്രമാണ് ഇടതുപക്ഷം. CPIM തന്നെ ഞാൻ പറയും ഒന്നിലധികം ജാതികളുള്ള ഒരു പാർട്ടിയാണ്. ഇത്തരം ജാതി സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു മതസംഘടനയെ, ഒരു മതത്തെ അല്ലെങ്കിൽ സനാതനമായ ഒരു ആശയത്തെ ഭാരതത്തിൽ നിലനിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. ഇത്തരം കൂട്ടായ്മകൾക്കുള്ള മറുപടിയാണ് ശബരിമല സമരം പോലെയുള്ള മുന്നേറ്റങ്ങൾ. അത്തരം മുന്നേറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവണം എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ വരുന്ന യുവതലമുറയെ ഒട്ടും കുറച്ച് കാണേണ്ട കാര്യമില്ല. കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ് ആ യുവസമൂഹം. എനിക്ക് അവരിൽ പ്രതീക്ഷയുണ്ട്. ഈ മാധ്യമങ്ങളെ തിരുത്താനും ഇത്തരം രാഷ്ട്രീയത്തിലെ ജാതീയ കൂട്ടായ്മകളെ ചോദ്യം ചെയ്യാനും അതുവഴി സനാതന ധർമ്മത്തിന് നല്ല ഭാവി ഉണ്ടാക്കാനും നമ്മുടെ ഇവിടുത്തെ യുവാക്കൾക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദേശീയ തലത്തിൽ മാധ്യമങ്ങളിൽ വന്ന കാര്യം നമ്മൾ ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള, ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ആങ്കറുടെ പേര് അർണബ് ഗോസ്വാമി എന്നാണ്. അദ്ദേഹം പിന്തുണയ്ക്കുന്നത് ഭാരത ദേശീയതയാണ്. ഇന്ത്യയിൽ നമ്പർ 1 എന്ന് രേഖപ്പെടുത്തപ്പെട്ടുള്ള മാധ്യമ സ്ഥാപനം NDTV ആണ്. ഇന്ത്യയിൽ പ്രചാരത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ, എല്ലാ മേഖലകളിലുമുള്ള സാന്നിധ്യത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്ഥാപനം ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കൊക്കെ മാറാമെങ്കിൽ തീർച്ചയായും ഇനിയും ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കി ഭാരത ദേശീയതയുടെ ഭാഗത്ത് നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഇതാണ് ലോക നന്മ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളും ഈ വഴി വരും. ആ ദിവസം വൈകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പരിപാടികൾ ഭംഗിയായി സംപ്രേഷണം ചെയ്യുന്ന ജനൻ TV പോലുള്ള, ഇതിന്റെ റിപ്പോർട്ടർ ഭംഗിയായി കൊടുക്കുന്ന ജന്മഭൂമി പോലുള്ള പത്രങ്ങളെയും മാധ്യമ സ്ഥാപനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. അതിനെ മാധ്യമങ്ങളായിട്ടൊന്നും കമ്പയർ ചെയ്യുക എന്നുള്ളതല്ല എനിക്ക് തോന്നുന്നു. ഒരു മിഷൻ ദൗത്യമായിട്ട് നമ്മൾ കാണേണ്ടത്. അങ്ങനെയൊക്കെ ചോദിച്ച വേറെ ചില കാര്യങ്ങൾ അച്ഛൻ, ഇപ്പം മാധ്യമരംഗത്ത് വരാൻ പോകുന്ന വലിയ മാറ്റം, നമുക്ക് എന്തുകൊണ്ടാണ് ഈ രാസലഹരിയായിട്ട് മാധ്യമങ്ങൾ മാറുന്നത്?
അതിനുള്ള കാരണം ഈ ഗൂഗിൾ സജഷൻസ് ആണ്. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മലയാളത്തിൽ ഏത് വാർത്ത എടുത്താലും ഉടനെ ആദ്യം ഷാജൻ അസ്കറി വരും, അത് കഴിഞ്ഞ് വടയാർ സുനിൽ വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഈ പറഞ്ഞ സനാതന ധർമ്മം, ഭാരത ദേശീയത ആ പക്ഷത്താണ് നിൽക്കുക. അപ്പൊ നമ്മളുടെ സെർച്ച് എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഷാജൻ അസ്കറി വരും. അതേസമയം വേറൊരു ഭാഗത്തുള്ള ആൾക്ക് അയാളുടെ ആദർശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനമാണ് വരിക. അപ്പൊ എന്റെ ഫേസ്ബുക്ക് അല്ല നിങ്ങളുടെ ഫേസ്ബുക്ക്, എന്റെ യൂട്യൂബ് അല്ല നിങ്ങളുടെ യൂട്യൂബ്. അപ്പൊ അങ്ങനെ ഒരു ലഹരിയിലേക്ക് നമ്മൾ ആ രീതിയിൽ നമ്മളെ മാധ്യമങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം നമുക്കുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്, നമ്മൾ ഈ കുത്തക മാധ്യമങ്ങൾ, നേരത്തെ പറഞ്ഞ മനോരമയോ മാതൃഭൂമിയോ അല്ലെങ്കിൽ ചാനൽ ABC-യോ മറുനാടനോ അല്ല നമ്മൾ പറയേണ്ടത്. ഗൂഗിൾ എന്ന് പറയുന്ന വലിയൊരു ഭീകരനാണ്. ഗൂഗിളാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഗൂഗിളും നമ്മുടെ മെറ്റ, ഈ രണ്ട് സ്ഥാപനങ്ങളാണ് സത്യത്തിൽ ആഗോള മാധ്യമ ഭീകരന്മാർ. അത് നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ലഹരിക്ക് നമ്മൾ അടിപ്പെട്ടു പോകരുത്. അതിന് സമാന്തര സംവിധാനങ്ങൾ ഉണ്ടാകണം. ആ സമാന്തര സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് ഫോർ ദ ടൈം ബീങ് നമ്മൾ ഇതിനെ എന്താ പറയാ, ഒരു ആ രീതിയിൽ കാണാതെ ഒന്നുകൂടെ ഗൗരവത്തോടെ മാധ്യമങ്ങളെ നിരീക്ഷിക്കുകയും മാധ്യമങ്ങളെ തിരുത്തുകയും വേണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാത്തിന്റെയും ഉടമസ്ഥർ ജനങ്ങളാണ്. അത് ഭരണമായാലും ഉദ്യോഗസ്ഥ സംവിധാനമായാലും മാധ്യമങ്ങളായാലും ജുഡീഷ്യറി ആയാലും. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ സുപ്രീം കോടതിക്ക് തെറ്റുപറ്റിയാലും തിരുത്താനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ചുമതല ജനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റി മാധ്യമങ്ങളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇപ്പൊ പലരും വഴിവഴിച്ചു പോകാനുള്ള കാരണം അത്തരം തിരുത്തലുകൾ ഇല്ലാത്തതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള സംഘടിത ശക്തികളുടെ, ഇടതുപക്ഷത്തിന്റെ, അതുപോലെ തന്നെ കേരളത്തിൽ വേറൊരു കൂട്ടായ്മയുണ്ടല്ലോ, ഇടതുപക്ഷ ദളിത് എന്നൊക്കെ പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്, ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അത്തരം കൂട്ടായ്മകൾക്ക് വിട്ടുകൊടുക്കാതെ പൊതുസമൂഹം അതിനെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനാണ് സനാതന ധർമ്മ വിശ്വാസമുള്ളവര് നിൽക്കേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് എപ്പോഴും ശുഭാപ്തി വിശ്വാസമായിരിക്കണം ഉണ്ടാവേണ്ടത്. നേരത്തെ ഇവിടെ ആരോ ചൂണ്ടിക്കാണിച്ചു ഷാജിനോ മറ്റു പ്രസംഗത്തിൽ, ഇത് അനേക ജനന മരണ ചക്രങ്ങൾ, അതിനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ചെറിയ ഒരു മനുഷ്യന്റെ 20 വർഷത്തെ 30 വർഷം ആക്റ്റീവായിട്ടുള്ള ജീവിതത്തെ കാണാതെ ഇതിന് തുടർച്ചയുണ്ട് എന്നുള്ള രീതിയിൽ ശുഭ പര്യവസായി ആയിട്ടുള്ള ഒരു ലോകം, അല്ലെങ്കിൽ അന്ത്യമില്ലാതെ ശുഭകരമായ മംഗളകരമായ കാര്യങ്ങൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത്. യാതൊരു വീക്ഷണവുമില്ലാതെ ഇന്നത്തെ മാധ്യമ പ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ മാധ്യമ വ്യവസായ രംഗത്തുള്ളവരെ നമ്മൾ മാതൃകയാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം.